പ്രിയപ്പെട്ട ദൂരയാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ ഉള്ളിലുള്ള ഭാരങ്ങൾ ഇറക്കി വെച്ച് സന്തോഷത്തോടും സമാധാനത്തോടും യാത്ര ചെയ്യുവാൻ വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന ടോയ്ലറ്റിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേക കോംബോ ഓഫറുകൾ നിലനിൽക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സഹകരിക്കണം. ഇപ്പം വളരെ കഷ്ടമാണ് ബിസിനസ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കോംബോ ഓഫർ, ഈ ടോയ്ലറ്റിൽ ഇന്ന് 5 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നവർക്ക് ഒരു സ്നാക്കി ഫ്രീ. പിന്നെ കപ്പിൾസിന് ഒരുമിച്ചിരിക്കാനുള്ള ക്യാബിൻ സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചുമർ ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ച് അകത്തിരുന്ന് കാര്യങ്ങൾ നടത്തുവാൻ ഞാൻ അകത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. വരുവിൻ, കാണുവിൻ, സാധിക്കുവിൻ, പോകുവിൻ. ഒരനക്കമില്ലെടുക്കുന്നില്ല, അതാകെ പറഞ്ഞു തോന്നുന്നില്ലേ? ഈ ചൂട് കാരണം എന്റെ ബിസിനസ് പൊളിയോന്നാണ് തോന്നുന്നത്. കാരണം ഈ ആൾക്കാർ കുടിക്കുന്ന വെള്ളം അത്രയും വേർത്ത് പോവേല്ലേ, ആർക്കും മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ ബിസിനസ് ആകെ പൊളിഞ്ഞിരിക്കുന്നു. ഒരുത്തൻ രാവിലെ വന്ന് ഒന്നിന് പോകണമെന്ന് പറഞ്ഞ് കയറി പോവുകയും ചെയ്ത്, എന്നിട്ട് ഇതുവരെ കാണാനുമില്ല. എവിടെ പോയോ എന്തോ. അകത്തിട്ട് ആരെങ്കിലും കൊല്ലണാടാ. ഈ ബഹളം കേട്ടിട്ട് എനിക്ക് തോന്നുന്നേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ 1, 2 മാറുമെന്നാണ് തോന്നുന്നത്. കൊണ്ട് നടക്കട്ടെ, ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. പൈസ കാര്യമല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഒന്നിന് പോയത് ഈ ഒന്നിന് പോവാനാണ് നീ അകത്ത് കിടന്ന് ഈ പുലിമുരുകന്റെ ട്രെയിലർ ഓട്ടത്. അത് ഒന്നിന് പോയതിന്റെ സൗണ്ട് അല്ല കേട്ടത്. പിന്നെ അതെന്തിന്റെ ബഹളം? അകത്ത് കയറി പോയപ്പോഴേ എന്റെ നിക്കറിന്റെ കെട്ട് പിണഞ്ഞു പോയി, അഴിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനു ഇത് വലിച്ചു കീറി ഇങ്ങെടുത്ത്. പിന്നെ എന്ത് ചെയ്യേ? ഇതാ ഒന്നിന് പോയതിന്റെ 500 രൂപ. രാവിലെ 500 രൂപ നോട്ടും കൊണ്ട് വരും 5 രൂപയ്ക്ക്. ഞാൻ എവിടെ നിന്ന് ബാലൻസ് തരും? ആരെങ്കിലും ഒക്കെ വന്നിട്ട് തരാം. പറ്റൂല, എനിക്ക് ബാലൻസ് വേണം. ഇങ്ങനെ പറഞ്ഞ എന്തിനാണ്? രാവിലെ നേരം വെളുത്തല്ലോ, ആരെങ്കിലും വന്നിട്ട് തരും. എനിക്ക് ബാലൻസ് കിട്ടിയേ പറ്റൂ. ഇവിടെ ആരെങ്കിലും വരട്ടെ, വന്നിട്ട് തരാന്ന്. ബാലൻസ് വേണമെന്ന്. ബാലൻസ് തരൂല, ഇപ്പൊ തരുമല്ലോ. കുപ്പി എന്തിന്? ഞാൻ ഒഴിച്ച മൂത്രം എടുത്തോണ്ടോ കൊണ്ടുപോടാ കുപ്പി കൊണ്ട്. എന്റെ പൈസ ഒക്കെ ഞാൻ തരും. മര്യാദയ്ക്ക് പൈസ പറഞ്ഞത്. എടാ ഒന്ന് മയത്തി സംസാരിടാ. ഇതെന്തൊരു സൗണ്ട്? കുറച്ച് മയത്തിൽ സംസാരിച്ച്. ഞാൻ മയത്തിലല്ലേ സംസാരിക്കണത്? എന്റെ മയം ഇങ്ങനെ തന്നെ. നിന്റെ മയമാണോ ഇത്? ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിനാണ് നിങ്ങൾക്ക് പെണ്ണ് പോലും കിട്ടൂല. പറഞ്ഞേട്ടാ, ആര് പറഞ്ഞു പെണ്ണ് കിട്ടൂലെന്ന്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. പക്ഷെ എന്റെ രാത്രി പൊളിഞ്ഞു പോയി. ഈ മയോല്ലേ, പിന്നെ എങ്ങനെ പൊളിയായിരിക്കും? എങ്ങനെ പൊളിഞ്ഞത്? പറഞ്ഞുതരാം. രാത്രി ഭാര്യ വന്ന് നിന്നപ്പോ ഞാൻ അവളുടെ അടുത്ത് ഒരു ഗ്ലാസ് പാല് ചോദിച്ചു. അവള് നിന്ന് കരയണ്. അതെന്തൊരു സ്വഭാവം! രാത്രിയായിട്ട് ഒരു ഗ്ലാസ് പാല് ചോദിച്ച പെണ്ണെന്തിന് കരയണത്? അത് തന്നെ. നിങ്ങൾ എങ്ങനെ ചോദിച്ചത്? ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നിട്ട് പാല് കിട്ടിയാ? ഞാൻ ചൂടായിട്ടല്ലേ ചോദിച്ചത്. അവള് ചൂട് പാല് കൊണ്ടുവന്നു. ഞാൻ എടുത്ത് വായിക്കാത്തൊഴിച്ച്. എന്നിട്ട് വായിക്കാത്തൊരു ചെറിയ നാക്കില്ലേ, അണ്ണാക്ക്, അത് കാണാനില്ല. അത് ഈ നമ്മുടെ ഒച്ചിനെ ഉപ്പിടുമ്പോ അത് ഒച്ചുരുവി പോകൂലേ, അതുപോലെ അത് ഉരുവിപ്പോയി. അടച്ചിട്ട് പറ. അത് അണ്ണാക്കല്ല, പിന്നെ ബബിൾ കോട്ടിച്ച് വെച്ചിരിക്കണത്. അല്ലെങ്കിൽ ആൾക്കാർ പരിഹസിക്കും. എവിടെ പോണണ്ട? ഞാനാ ഹണിമൂണിന് പോണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹണിമൂണാടെ. അതെന്ത്? അല്ല, ഒറ്റയ്ക്ക് പോണം. അതുകൊണ്ട് ഒറ്റയ്ക്കല്ല, പിന്നെ എന്റെ ഭാര്യ നിശ്ചയം വന്നിട്ടുണ്ട്. അവൾ എന്തൊരു സാധനം വാങ്ങിക്കാൻ പോയി. ഒരു നിക്കറും കൂടെ വാങ്ങിക്കണമായിരുന്നു. വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അല്ലേ, ഹണിമൂണിന് എവിടെ പോണേ? അടുത്ത് പറയരുത്. ഇല്ല, ഊട്ടി പോണേ. നിനക്ക് പ്രാന്താടാ. ഊട്ടി നല്ല സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. ഭാര്യ പറഞ്ഞു കാമാൻ കൂളെന്ന്. ഇങ്ങനെ പോകുമ്പോ കാമാൻ കോട്ട. അതെന്തെന്നറിയോ? ബാക്കി തരാം. ഊട്ടി പറഞ്ഞുപോയി. ഊട്ടി കിടില സ്ഥലമാണ്. നിങ്ങൾ ഊട്ടി പോണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഊട്ടി പോയി ഒരാഴ്ച താമസിച്ചാണ്ടല്ല, നിങ്ങളെ ബന്ധം ഊട്ടി ഉറയ്ക്കും. അതെന്താ ഊട്ടി കിടന്ന് ആടണ? ഞാൻ പോയിട്ട് ഊട്ടി ഉറക്കായി. ഇതൊരു സ്വഭാവമാണ് ഇത്. സത്യം പറയല്ല, നിങ്ങളെ മുഖം നിങ്ങൾ തിരിഞ്ഞില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെ മുഖം കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളെ ഭാര്യ ഇഷ്ടപ്പെട്ട് നിങ്ങളെ കല്യാണം കഴിച്ചതൊന്നുമല്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? നിങ്ങളെ ഇഷ്ടം കാണുന്നു.
എന്റെ ഭാര്യക്ക് എന്റെ അടുത്ത് ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്കറിയാം അവൾക്ക് എന്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന്. എങ്ങനെ അറിയാന്ന്? എന്റെ വിരലിലൊക്കെ തൊടുമല്ലോ അവള്. വിരലിലൊക്കെ തൊടും. അതൊന്നും ഇഷ്ടമൊന്നുമല്ല. ഭാര്യ ഉമ്മയൊക്കെ തരും. നിങ്ങൾ ഭാര്യക്ക് ഉമ്മ കൊടുക്കും? ഞാൻ ഭാര്യക്ക് ഉമ്മ കൊടുക്കൂല. ഉമ്മ ഒരു ഉമ്മ കൊടുക്കും. ഒരിക്കൽ ഭാര്യക്ക് ഉമ്മ കൊടുത്ത് ദിവാരം കൊണ്ട് ഗ്യാസ് കൊടുത്ത്. ഭാര്യക്ക് ഉമ്മ കൊടുക്കണേ ദിവാരം ഗ്യാസ് കൊടുക്കണേ എന്തിനാ? അവന്റെ ഭാര്യക്ക് ഉമ്മ കൊടുത്താ പിന്നെ ദിവാരം ഗ്യാസ് കൊടുക്കും. ഇപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ്. അതിനുശേഷം ഭാര്യക്ക് ഉമ്മ കൊടുപ്പ് നിർത്തി. ഇത് നിങ്ങളെ ഭാര്യക്ക് അറിയാമോ? ഭാര്യക്ക് അറിഞ്ഞൂടാ. എന്ത്? ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ല സർപ്രൈസ്, ഞാൻ ഒരു കാര്യം തുറന്നു പറയാല്ല. ഈ സ്വഭാവമൊക്കെ മാറ്റണം. ഈ പുരിയൊക്കെ വെട്ടി ചെറുതാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ ദാമ്പത്യ ജീവിതം തകർന്നു. എന്റെ ദാമ്പത്യ ജീവിതം വിജയത്തിലാണ്. ചുമ്മാ നല്ല വിജയത്തിലാണ്. ഈ മുഖവും വെച്ച് ചുമ്മാ സത്യം പറഞ്ഞുതരാം. വൈകുന്നേരം വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴേ ഞാനും എന്റെ ഭാര്യയായിട്ടെ കിടിലൊരു സംഭവം ഉണ്ട്. എനിക്ക് വിശ്വാസം. ആരും കാണാത്തപ്പോ ഉണ്ട്. എന്തായാലും വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോയി കുളിക്കും. കുളിച്ചിട്ട് മുണ്ട് കൊടുത്തോണ്ട് വരും. അപ്പോഴ് ഈറം തോർത്തൊക്കെ ഞാൻ തോളിയിട്ടിരിക്കും. ഭാര്യ ബാക്കിൽ കൂടെ വരും. എന്നിട്ടൊരു കിടിലം കളിയുണ്ട്. അടിപൊളി കളിയുണ്ട്.